നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും നാടോടി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തേക്കടിയിലാണ്. കേരളത്തിലെ ജാവ SD ബൈക്കുകളുടെ ഓണേഴ്സിൻ്റെ മീറ്റാണ് സ്പൈസ് ട്രെയിൽ. ആ മീറ്റിന് ഞാനിവിടെ എത്തിയതാണ്. നമുക്ക് കൂടുതൽ വിൻറ്റേജ് ബൈക്കുകൾ കാണാം, അവരുടെ വിശേഷങ്ങൾ കാണാം. താങ്ക് യു. 1960കളിലും 70കളുടെ തുടക്കത്തിലും ഇന്ത്യൻ നിരത്തുകളിലെ നിറസാന്നിധ്യമായിരുന്നു ജാവ ബൈക്കുകൾ. അന്നത്തെ യുവതലമുറയുടെ ആർഭാടത്തിൻ്റെ അവസാന വാക്ക്. ഒരു പഞ്ചായത്തിൽ തന്നെ 1-2 ബൈക്കുകളുള്ള കാലമായിരുന്നു അത്. മലവണ്ടെന്നും കുടുകുടുപ്പനെന്നും പഴയ തലമുറ ബൈക്കുകളെ വിളിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന കമ്പനികളെ ഇന്ത്യയിൽ ഇരുചക്ര വാഹനങ്ങളുമായി രംഗത്തുണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രധാനിയായിരുന്നു ചെക്കോസ്ലോവാക്യൻ ടെക്നോളജിയും ആരെയും മോഹിപ്പിക്കുന്ന രൂപഭംഗിയും പൗരുഷമുള്ള പരുക്കൻ ശബ്ദവുമായി യുവാക്കളുടെ ഹൃദയം കൈയടക്കിയ ഐഡിയൽ ജാവ ബൈക്കുകൾ. ഇന്ത്യയിൽ ജാവ ബൈക്കുകൾ അസംബ്ലിംഗ് ചെയ്തിരുന്നത് മൈസൂരിലായിരുന്നു. അതും 1961. മൈസൂർ രാജാവ് ജയചാമരാജ വാദ്യാർ അദ്ദേഹമായിരുന്നു 3500 തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ ജാവ എന്ന പേരിലും 70കളുടെ അവസാനം മുതൽ SD എന്ന പേരിലും 250cc ബൈക്കുകളാണ് കമ്പനി പുറത്തിറക്കിയിരുന്നത്. ഈ വാഹനം ഇടതുവശത്തെ ലിവർ തിരികെ ഇട്ടായിരുന്നു സ്റ്റാർട്ടിംഗ്. അതേ ലിവർ മുന്നോട്ട് തിരിച്ചിടുമ്പോൾ ഗിയർ ലിവറായി ഉപയോഗിക്കാം. ഈ ലിവറിൽ തന്നെ ഓട്ടോ ക്ലച്ചും ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയാൽ തന്നെ നമുക്ക് വാഹനം അത്യാവശ്യം ഓടിച്ചു കൊണ്ടുപോകാം. ആദ്യകാലങ്ങളിൽ പോയിന്റ് വണ്ടികളും പിന്നീട് CDI വണ്ടികളും കമ്പനി പുറത്തിറക്കി. 2 സൈലൻസറുകളാണ് ഒരു മോഡൽ ഒഴികെ ജാവ SD ബൈക്കുകൾക്ക്. മുന്നിലും പിന്നിലും 3 25-16 ടയറുകളായിരുന്നു. കാലം അങ്ങനെ കടന്നുപോയി. 80കളുടെ തുടക്കത്തിൽ 100cc ബൈക്കുകൾ ഇന്ത്യൻ വിപണിയിൽ കാലുകുത്തിയതോടെ ജാവ SD ബൈക്കുകൾക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ പ്രയാസമായി വന്നു. ഉയർന്ന ഇന്ധനക്ഷമതയും ഭാരക്കുറവും ഉപയോഗിക്കാനുള്ള എളുപ്പവും ജനങ്ങളെ 100cc ബൈക്കുകളിലേക്ക് അടുപ്പിച്ചു. ഒപ്പം പുതിയ 2 സ്ട്രോക്ക് വണ്ടികൾ നിരത്തിലിറക്കുന്നതിന് ഗവൺമെൻറ് നിയന്ത്രണവും ഏർപ്പെടുത്തി. അങ്ങനെ 1996 ഐഡിയൽ ജാവ കമ്പനി ഇന്ത്യയിൽ ഉൽപ്പാദനം അവസാനിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അന്ന് പുറത്തിറങ്ങിയ 100cc ബൈക്കുകൾ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മൺമറഞ്ഞുപോയി. പുതിയ പുതിയ മോഡലുകളിൽ പേരുകളിൽ പ്ലാസ്റ്റിക് ബൈക്കുകൾ പുറത്തിറങ്ങി. എന്നാൽ പല ജാവ SD ബൈക്ക് ഉടമകളും പഴയ ഓർമ്മകൾ നെഞ്ചിലേറ്റി വീടിൻ്റെ പിന്നിലും വർക്ക്ഷോപ്പുകളിലും ജാവ SD ബൈക്കുകൾ കവറിട്ട് മൂടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജാവ SD ബൈക്കുകളുടെ ചില കട്ട ഫാനുകൾ ഈ വാഹനം മൈസൂരിലും മറ്റും കൊണ്ടുപോയി റീസ്റ്റോറേഷൻ ചെയ്ത് പുറത്തിറക്കി. നിരത്തിലൂടെ 2 സൈലൻസറുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന പൗരുഷ ശബ്ദവുമായി കരുത്തോടെ പാഞ്ഞു പോകുന്ന ജാവ SD ബൈക്കുകൾ അങ്ങനെ വീണ്ടും യുവതലമുറയുടെ ഹരമായി മാറി. ലഡാക്ക് യാത്ര പോലുള്ള ദൂരയാത്രകൾക്ക് ഈ വാഹനം അനുയോജ്യമാണെന്ന് പലരും തെളിയിച്ചു. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ജാവ SD ബൈക്ക് ഉടമകളുടെ കൂട്ടായ്മയുണ്ട്. കേരളത്തിലെ ജാവ SD ക്ലബ്ബുകൾ 2012 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസം ഒന്നിച്ചു കൂടാറുണ്ട്. ഈ വർഷം തേക്കടിയിലെ അമ്പാടി ടൂറിസ്റ്റ് ഹോമിൽ 113 റൈഡേഴ്സാണ് പങ്കെടുത്തത്. ഈ പരിപാടി ഈ വർഷം കോർഡിനേറ്റ് ചെയ്തത് കൊല്ലത്തെ ജാവ SD ബൈക്ക് ഉടമകളുടെ കൂട്ടായ്മയായ മെറ്റൽ സ്റ്റാലിയൻസ് ആയിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ജിക്കു ഹസൻ മുഹമ്മദ്, സെക്രട്ടറി അരുൺ സുഗതൻ, ക്ലബിൻ്റെ എല്ലാമെല്ലാമായ RK
ഇവരായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ സ്മോക്കിംഗ് ബാരൽസ് തിരുവനന്തപുരം, ടീം റെയർ എഞ്ചിൻസ് സെൻട്രൽ ട്രാവൻകൂർ, റോറിംഗ് റൈഡേഴ്സ് റാന്നി, JJ റൈഡേഴ്സ് എറണാകുളം, വിൻറ്റേജ് ക്ലബ്ബ് പാലക്കാട്, വിൻറ്റേജ് ക്ലബ്ബ് തൃശ്ശൂർ, അയൺ റെജൻസ് കരുനാഗപ്പള്ളി, കൂടാതെ ഇതിൻ്റെ സംഘാടകരായ മെറ്റൽ സ്റ്റാലിയൻസ് കൊല്ലം. ഫോർ അവർ ബൈക്ക്, ഫോർ അവർ വാല്യൂ, അതായിരുന്നു കമ്പനിയുടെ ടാഗ് ലൈൻ. ആരോ ദീർഘവീക്ഷണത്തോടെ ഇട്ട ഒരു പെർഫെക്റ്റ് ടാഗ് ലൈൻ. എത്ര ദിവസം എടുത്തു ഈ ലഡാക്ക് വരെ? കാർഗില മുകളിലറ്റം വരെ പോയായിരുന്നു? 26 ദിവസം. ഡോണി ഉണ്ടായിരുന്നല്ലേ? ഡോണി പരിചയപ്പെടാൻ ഡോണിയോട്ട് വരാം. 26 ദിവസം അല്ലേ? 26 ദിവസം കൊണ്ട് ഈ ജാവ SD ബൈക്കുകളിൽ നിങ്ങൾ ലഡാക്ക് വരെ പോയല്ലേ? അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു വഴിയിലൊക്കെ? ഈ 2 സ്ട്രോക്ക് ലവേഴ്സിൻ്റെ സ്നേഹം ഒക്കെ ഒരുപാട് കിട്ടിക്കാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരുപാട് വണ്ടികളുണ്ട്, സൂപ്പർ ബൈക്സ്, അങ്ങനെ ഒരുപാട് ബൈക്സ്. അവർക്കാർക്കും കിട്ടാത്തതും അല്ല, അവർക്ക് ഒന്നും കിട്ടാത്ത ഒരു ഇതാണ് ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് തന്നത്. കാരണം 2 സ്ട്രോക്ക് സ്നേഹിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല ജില്ലയിലെ ആൾക്കാർ, അല്ല പല സ്റ്റേറ്റിലെ ആൾക്കാർ, അവര് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു അതേപോലെ അവര് സ്നേഹിക്കുന്നത്. അവര് സ്വന്തം വീടുകളിൽ കൊണ്ട് ആഹാരം തന്നും, ഹോട്ടൽ റൂം എടുത്തു തന്നു. ശരിക്കും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്, പറഞ്ഞാൽ തീരത്തില്ല. പഞ്ചാബിലൊക്കെ ഞാൻ കണ്ടിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡോണി ജാവ SD ബൈക്കുകളായിട്ട് കൂടെ നിന്നായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. വളരെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് അതും കാഴ്ചവെച്ചു. അതിലും നമ്മുടെ ഈ 1970 മോഡൽ ഈ ജാവയിലും ഈ റോട്ടിങ്ങിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പഞ്ചാബിൽ നിന്നും മറ്റു സ്ഥലം അവർക്കൊക്കെ നമ്മളെ അതൊരു ധീരതയായിട്ടാണ് അവർ അതിനെ കണ്ടത്. തീർച്ചയായിട്ടും. കാരണം അവിടുന്ന് 1000 കിലോമീറ്ററിന് അടുത്തുണ്ടായിട്ട് അവരിൽ പലർക്കും ഈ ലഡാക്ക് റൈഡ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെപ്പോലുള്ളവർ ഇവിടുന്ന് 3500 കിലോമീറ്റർ യാത്ര ചെയ്താണ് പഞ്ചാബ് പോലുള്ള സ്ഥലം അവിടെ എത്തുന്നു. അപ്പൊ അവർക്ക് അത് തന്നെ നമ്മളെ എന്ത് തന്നാലും അവർക്ക് അത് കുറഞ്ഞു പോയോ എന്നുള്ള ഒരു ഫീലാണ് നമ്മളോട് അവര് പെരുമാറുന്നത്. എഴുന്നേറ്റ് പത്രം നോക്കിയപ്പം നമ്മളെ വളരെ വ്യസനിപ്പിച്ച ഒരു കാര്യം ഉണ്ടായി. നമ്മുടെ അതിർത്തി കാക്കുന്ന 42 ജവാന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു. അവർക്കൊരു ഗാർഡ് ഓഫ് ഓണർ എന്നുള്ളത് പ്ലീസ്. ഞാനിപ്പോ ഒരു കാര്യം പറയുന്നത്, ഒരു ബൈക്ക് ഒരു ജീവിതം, അതൊരു വികാരമാണ്. ഈ ഓരോ ബൈക്കും നിങ്ങളുടെ മനസ്സും അതിന് ഒരു വലിയ സിനിമയുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഓരോ ബൈക്കുമായിട്ട് ചേർന്ന് ഒരു വലിയ വൈകാരികമായ ബന്ധമുണ്ട്. ഇത് ഈ കൂട്ടായ്മ ഒരു ചരിത്രമാണ് ഇല്ലേ? ഓരോ വർഷവും കൂടുന്ന കൂട്ടായ്മ നമ്മുടെ നാട്ടിലെ വൈകാരികമായ ബന്ധങ്ങളുടെയൊക്കെ ഒരു ചരിത്രമാണ്. ഇതിന് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. പലർക്കും ഇതൊരു വലിയ ആനന്ദമാണ്, അവരുടെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു വലിയ ആനന്ദമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട് ഇല്ലേ? അത് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ വൈകാരികമായ ഒരു സംസ്കാരം നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട്. നിങ്ങളുടെ കൂടെ ഞാനിപ്പം 3ാമത്തെ സ്പൈസ് ട്രയലിലാണ് വരുന്നത്. എല്ലാവരെയും കണ്ട് പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വേറെ ഒന്നും പറയാനില്ല. ഏതായാലും അടിപൊളിയായി സംഭവം. പിന്നെ ആദ്യത്തെ തവണ ആയതുകൊണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ SD യിലാണെങ്കിൽ എനിക്ക് അതും വലിയ എക്സ്പീരിയൻസ് ഇല്ല. 2012 ആദ്യം SD എടുക്കുന്നത്. അതിന് മുമ്പ് വേറെ വണ്ടികളായിരുന്നു, യമഹയൊക്കെയാണ്. 2012 SD എടുത്ത് ഒരു ചെറിയ ജോംചേട്ടാ, നിങ്ങൾക്ക് കണ്ട 100-ലധികം ബൈക്കുകളുണ്ട്, 100-നപ്പുറം ബൈക്കുകളുണ്ട്. എങ്കിലും ഈ ജാവ ബൈക്കുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രണയം? അത് എൻ്റെ ഓർമ്മ വെച്ചാൽ 74 വലിയ SD മേടിക്കണം ആദ്യമായിട്ട് ഫാദർ. ജാവ എന്നുള്ള മോഡൽ B എന്നുള്ള ബൈക്ക്. അത് ഇപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. വണ്ടികൾ പലതും വന്നുപോയി, പക്ഷെ ഇപ്പോഴും അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ശരി. 2 സ്ട്രോക്കിനോട് വല്ലാത്തൊരു പ്രണയം ഉണ്ടല്ലേ? പിന്നെ 86 2 സ്ട്രോക്ക് ബൈക്ക് മാത്രമുണ്ട് നമ്മുടെ കളക്ഷനിൽ. നല്ലതായിട്ട് അംഗീകരിച്ച് തന്നെ ആവണം. പുതിയ വണ്ടിയെ ഞങ്ങളുടെ ഇടയിൽ കുറച്ചുപേരെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏതൊരു വണ്ടിയുടെയും ആദ്യത്തെ 2 സർവീസ് കഴിഞ്ഞ് അതിനൊരു കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് ആ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായിരുന്നാലും മഹീന്ദ്ര നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തിറക്കിയ സാധനം
ഫ്ലോപ്പിൽ ആവില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാര്യം അവർ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ബൈക്കുകളുടെ ഒരു ടച്ച് അതിനില്ല, ഫുൾ മെറ്റൽ തന്നെയാണ്. അതുകൊണ്ട് അത് നല്ല വണ്ടി ആയിരിക്കാം, തീർച്ചയായിട്ടും. അല്ലാതെ പുതിയ മോഡൽ ഇപ്പോഴ് ഏതോ ഒരു വണ്ടിയെ പറയുന്ന പോലെ വികാരം വണ്ടി ആവില്ല. അതൊരു നല്ലൊരു ബൈക്ക് തന്നെ ആയിരിക്കും, അല്ലാതെ വികാരം ആവില്ല. പ്ലാസ്റ്റിക് ബൈക്ക് അല്ല, പ്ലാസ്റ്റിക് ബൈക്ക് അല്ലാത്ത വികാര വണ്ടികൾ ഇവിടെ ഉണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കും. അല്ലാതെ ഒരു വണ്ടി എടുക്കുന്നത് വികാരം നോക്കിയല്ല, വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കി വേണം വണ്ടി എടുക്കാൻ. അല്ലാതെ വികാരത്തിന്റെ പേര് പറഞ്ഞല്ല ഒരു വണ്ടി എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, ഇവരൊക്കെ എന്തുമാത്രം ജാവ SD ബൈക്കുകളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓർക്കുക. ശ്രീധരനും 2 പ്രാവശ്യം ലഡാക്കിൽ ജാവ SD ബൈക്കുകളിൽ 2 പ്രാവശ്യം ലഡാക്കിൽ പോയിട്ടുള്ള മനുഷ്യനാണ്. മനസ്സിലായി. അത്രയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശ്രീധരൻ.